റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഔഫ് ഇബ്നു മാലിക് അടക്കമുള്ള സ്വഹാബിമാർക്ക് അന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വഹയിന്റെ വെളിച്ചം വരികയാണ്. ഈ വഹയാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ വല്ലാതെ കരഞ്ഞു പോയത്. നബി തങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തിയ പോറ്റുമ്മയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഹലീമ സഅദിയെ പോലെ തന്നെ റളിയല്ലാഹു അൻഹ. ഉമ്മു ഐമൻ ബീവി നബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. 80 വയസ്സുണ്ടായിരുന്നപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ മോനെ 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 സംരക്ഷണത്തിന് ഈ ഉമ്മ കൂടെ വരാം എന്ന് 80 കഴിഞ്ഞ ഉമ്മ ഹബീബ് പോകുന്ന യുദ്ധങ്ങളിൽ ഹബീബിനെ പരിപാലിക്കാൻ പോകുമായിരുന്നു. ആ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ നബി തങ്ങൾ വഫാത്താവുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്, ഇബ്നുൽ ഖത്താബ്, ഉമറേ ഉമറേ നമുക്കൊന്ന് പോയി നോക്കാം. ഹയ്യാ ബിനാ നസൂറു ഉമ്മ ഐമൻ, നമുക്ക് ഉമ്മു ഐമൻ ബീവിയെ പോയി എന്ന് സന്ദർശിക്കാം. കമാ കാന റസൂലുള്ളാഹി യസൂറുഹാ, അല്ലാഹുവിന്റെ റസൂൽ അവരെ ചെന്ന് കാണുമായിരുന്നല്ലോ, ഇടക്കിടക്ക് അവരെ ചെന്ന് സന്ദർശിക്കുമായിരുന്നല്ലോ, നമുക്കും അവരെ ചെന്ന് കണ്ടു നോക്കാം. അങ്ങനെ രണ്ടുപേരും പോകുന്നു. പരിശുദ്ധ ഹദീസിൽ കാണാം, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ അരികത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ ബീവി കരയാൻ തുടങ്ങി, വല്ലാത്ത കരച്ചിൽ. അപ്പോഴാണ് സിദ്ദീഖ് എന്നവർ പറഞ്ഞത്, ഉമ്മാ, നബി തങ്ങൾ അങ്ങനെയായിരുന്നു ഉമ്മ ഐമൻ ബീവിയെ വിളിച്ചത്, ഉമ്മ എന്ന് വിളിക്കുമായിരുന്നു. ഉമ്മ, അല്ലാഹു അവന്റെ ഹബീബിന് കൊടുക്കുന്നതല്ലയോ? നമ്മൾ ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം നബി തങ്ങൾ ജീവിച്ചിരുന്നാൽ നമ്മൾ നബിക്ക് കൊടുക്കുന്നതിനേക്കാളും ഖൈറ് അല്ലാഹു കൊടുക്കുന്നതല്ലയോ ഉമ്മ? അതേ മക്കളെ, എനിക്കറിയാം അല്ലാഹു അവന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഹബീബ് ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഖൈറ്, ഹബീബിന് ഖൈറ് അല്ലാഹുവിന്റെ അരികത്തേക്ക് പോകൽ തന്നെയാണ്. എന്നാലും മക്കളെ, ഈ ഉമ്മയുടെ കണ്ണുനീര് അടങ്ങാതിരിക്കുന്നത്, ഈ ഉമ്മ ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, വലാകിന്നഹു ഇൻഖതഅൽ വഹി, പക്ഷേ ആകാശലോകത്ത് നിന്ന് വരുന്ന വഹി മുറിഞ്ഞു പോയല്ലോ, വഹി നിന്ന് പോയല്ലോ. ഓരോരോ സംഭവങ്ങൾ ഓരോരോ നേരത്ത് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന് വന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്ന ആ സംഭവം നിന്നുപോയില്ലേ? ഇന്ന് വഹിയില്ലല്ലോ. ആരാണ് നമുക്ക് വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളത്? ആരാണ് ഈ ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാനുള്ളത്? ആർക്കാണ് ആകാശലോകത്തെ വിവരങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? വഹി പോയില്ലേ? ഹബീബിന്റെ പോക്കോടുകൂടെ, ഹബീബിന്റെ വഫാത്തോടുകൂടെ വഹി നിലച്ചു പോയില്ലേ? അതുകൊണ്ടാണ് ഈ ഉമ്മ കരയുന്നതെന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. മുത്തനബിതങ്ങൾ വഹയിന്റെ വെളിച്ചത്തിൽ സ്വഹാബത്തിന് നല്ല അവബോധം നൽകുമായിരുന്നു. ആ അവബോധമാണ് ലോക പണ്ഡിതന്മാർ ഓരോരോ സമുദായത്തിനും അതത് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.